നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറ്റിക്കോൽ ബേത്തൂർ പാറയിൽ ജീവനൊടുക്കിയ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടലാണ്. എന്റെ മരണത്തിൽ ആർക്കും ഉത്തരവാദിത്വമില്ല എന്ന് എഴുതിയ കുറിപ്പാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ബേത്തൂർ പാറയിലെ പരേതനായ ബാബുവിന്റെ മകളും കാസർകോട്ടെ സ്വകാര്യ സ്ഥാപനത്തിൽ 2ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുമാണ് മഹിമ എന്ന 20 വയസ്സുകാരി. ബുധനാഴ്ച രാവിലെ 8 മണിയോടുകൂടി തൂങ്ങിയ നിലയിലാണ് കാണപ്പെട്ടത്. ഉടൻ തന്നെ അമ്മ വനജയും സഹോദരൻ മഹേഷും ചേർന്ന് മഹിമയെ ചേർക്കളയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ അവർ സഞ്ചരിച്ച വാഹനം പടിമരത്തിൽ അപകടത്തിൽപ്പെടുകയുണ്ടായി. നാട്ടുകാർ ഇടപെട്ട് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മഹിമയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപകടത്തിൽ അമ്മ വനജയും സഹോദരൻ മഹേഷിനും നിസ്സാര പരിക്കുകൾ ഏൽക്കുകയും ചെയ്തിരുന്നു. ഭേദകം SI കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ മഹിമയുടെ കിടപ്പുമുറിയിൽ നിന്നാണ് ഈ കുറിപ്പ് കണ്ടെത്തിയത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് തൂങ്ങി മരണമാണ് എന്ന വിവരവും പുറത്തു വന്നത്. അതായത് മരണകാരണം തൂങ്ങിയതാണ് എന്നാണ് വിവരം വരുന്നത്. അതായത് ഇവർ തൂങ്ങി നിന്ന ആ കുട്ടിയെ ഉടൻ തന്നെ ഉയർത്തിയെങ്കിലും ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് ആദ്യം പറഞ്ഞത്. ഉടൻ തന്നെ ഉയർത്തിയിരുന്നെങ്കിലും വഴിമധ്യേ മരിച്ചിട്ടുണ്ടാകണം. അപ്പോഴാണ് അപകടവും ഉണ്ടായത്. അങ്ങനെ ഇവർ അപകടത്തിൽ മരിച്ചു എന്ന് പിന്നീട് ഒരു വാർത്തയും വന്നിരുന്നു. അതായത് ആദ്യം പറഞ്ഞിരുന്നു ഈ തൂങ്ങിയാൻ ശ്രമിച്ചിരുന്നു, അത് ഇവർ രക്ഷപ്പെടുത്തുകയും പിന്നാലെ പോയി അവർ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അപകടത്തിലാണ് മരിച്ചതെന്ന് പറയുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് തൂങ്ങിയത് തന്നെയാണ് മരണകാരണം, തൊണ്ടയിലുണ്ടായ ആ ഒരു ഇറക്കം തന്നെയാണ് മരണകാരണം എന്ന് വ്യക്തമാകുകയാണ്. കാസർകോട്ടെ ഈ നുള്ളിപ്പാടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു മഹിമയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ജീവൻ ഉണ്ടായിരുന്നുവെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. മഹിമയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് സഹോദരൻ മഹേഷ് ജീവൻ ഉണ്ടെന്ന് കരുതി വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ടെമ്പോ വാൻ ഡ്രൈവറായ മഹേഷ് അമ്മാവന്റെ കാറിൽ മഹിമയെ കയറ്റി ആശുപത്രിയിലേക്ക് കുതിക്കുന്നതിനിടയിൽ കാറ് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് റോഡരികിലേക്ക് മറിയുകയായിരുന്നു. ആശുപത്രിയിൽ പെട്ടെന്ന് എത്തിക്കാനുള്ള ധൃതിയിലായിരുന്നു സത്യത്തിൽ ആ അപകടം ഉണ്ടായത്. തീർച്ചയായിട്ടും മഹിമയുടെ മരണത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പലരും സംശയിച്ചിരുന്നു. ഇനി കോളേജിലുണ്ടായ വാക്കുതർക്കമാണോ, വീട്ടിലുണ്ടായ മറ്റ് പല കലഹങ്ങളാണോ, പ്രേമ നൈരാശ്യമാണോ തുടങ്ങിയ പല സംശയങ്ങളും പലർക്കും ഉണ്ടായിരുന്നു. എന്തായാലും തന്റെ മരണത്തിൽ ആരും ഉത്തരവാദിയല്ല എന്ന് എഴുതി വെച്ച ഒറ്റവരി കുറിപ്പിൽ കാര്യങ്ങളൊക്കെ തന്നെ മാറി മറിഞ്ഞിരിക്കുകയാണ്. പോലീസ് അക്ഷരാർത്ഥത്തിൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഡെഡ് എൻഡായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്.